ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പോൾ സൗണ്ടിനൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ 2-3 ദിവസത്തെ യാത്രയും ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ജലദോഷം പിടിച്ചിട്ടുണ്ട്, പനി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഇതിപ്പോൾ ഞാൻ വ്യാഴാഴ്ചത്തെയാണ് കേട്ടോ, വ്യാഴാഴ്ച രാവിലത്തേയാണ് എടുക്കണത്. കിച്ചു മോളിലാണ് മൂക്ക് അടഞ്ഞിട്ടുണ്ട്. ഇത് കിച്ചുമോൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ ആഴ്ചയൊക്കെ അവൾക്കായിരുന്നു ജലദോഷമൊക്കെ പിടിച്ചിട്ടേ. പിന്നെ നമ്മൾ അറിയുന്നതിൻ്റെ ആ ചടങ്ങിന് വേണ്ടിയിട്ട് രാവിലെ എണ്ണയൊക്കെ തേച്ച് നന്നായിട്ട് ഇത് കുളിപ്പിച്ചപ്പോൾ അവൾക്ക് തണുപ്പടിച്ചു. ഇങ്ങനെ അവൾക്ക് ജലദോഷമൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവളെ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചിട്ടോ, എന്നിട്ടൊക്കെ കുറഞ്ഞു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരുവനന്തപുരത്ത് പോയത്. അപ്പോഴത്തേക്കും 3 ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും ക്ലൈമറ്റ് ചേഞ്ചൊക്കെ കൂടെ വന്നിട്ടാവാം. പിന്നെ തിരിച്ചിവിടെ എത്തിയപ്പോഴത്തേക്കും ചെറുതായിട്ട് ഇങ്ങനെ തൊണ്ടയ്ക്ക് ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും പനി തുടങ്ങി. പനിക്കാൻ തുടങ്ങി, മൂക്കൊക്കെ നന്നായിട്ട് അടഞ്ഞു. ഇത് കിച്ചുമോളെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഇത് നല്ലൊരു എന്താ പറയുക യൂസ്ഫുള്ളായി എന്ന് പറയാം. പിന്നെ ഇന്ന് രാവിലെ ഞാൻ വൈകിട്ടോ, രാവിലെ എണീറ്റപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്കറിയാം ജലദോഷം എല്ലാവർക്കും ഉണ്ടാവും തോന്നുന്നു. ജലദോഷം വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബോഡി പെയിനും തലവേദനയും ഉണ്ടാവും. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ ഈ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞു വിടണം. പിന്നെ അവർക്ക് ചോറും അവർക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാകണ്ട. അപ്പോൾ കിടക്കാൻ വയ്യല്ലോ, അവർ പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ അങ്ങനെ കിടന്നു നോക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇന്ന് കുറച്ച് ആദ്യം വേഗം ചോറ് വെച്ചു അവർക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു ക്യാബേജ് എടുത്തിട്ട് തോരനുണ്ടാക്കിയിട്ടോ, അച്ചാറും. അങ്ങനെയാണ് അവരുടെ സ്കൂളിലേക്കുള്ള ലഞ്ച് ബോക്സ് ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ എന്തുണ്ടാക്കാൻ വിചാരിച്ചു. 2 മുട്ടയൊക്കെ വേവിച്ചു. പിന്നെ അവർക്ക് ബൂസ്റ്റ് ഉണ്ടാക്കി, പാലിൽ ബൂസ്റ്റ് കലക്കി വെച്ചു. പിന്നെ അവിടേക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ദൈവമേ. അതായത് കടയിൽ പോയിട്ട് പൊറാട്ടയൊക്കെ വാങ്ങിക്കും, പക്ഷേ എനിക്ക് വണ്ടി എടുക്കാനൊന്നും വയ്യ, അത്രയും ബോഡി പെയിൻ കേട്ടോ. പിന്നെ വേഗം കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടോ, മൈദപ്പൊടി എടുത്തിട്ട് വെറുതെ ഒരു 2-3 ദോശ ഉണ്ടാക്കി മൈദപ്പൊടി വെച്ചിട്ട്. പിന്നെ ഇന്നലെ നമ്മൾ വാങ്ങിച്ച മീൻ കറി ഉണ്ടായിരുന്നു, അതും ചൂടാക്കി വെച്ചിട്ട് കുട്ടികളൊക്കെ അതൊക്കെ കൂട്ടിയിട്ട് കഴിച്ച് അവർ പോയി കഴിഞ്ഞിട്ട് ഞാൻ വേഗം ഒരു പാരസെറ്റമോളിൻ്റെ ഗുളിക കിച്ചുമോൾക്ക് കൊടുക്കുന്നുണ്ടല്ലോ അതുണ്ടായിരുന്നു, അതെടുത്ത് കുടിച്ചു. അത് കുടിക്കും മുമ്പ് കുറച്ച് കഞ്ഞി കുടിച്ചിട്ടേന്, കൂടുതൽ കഞ്ഞിവെള്ളം എടുത്തിട്ട് കുറച്ച് ചോറിട്ടിട്ട് അങ്ങനെ കഞ്ഞിയാക്കി കുടിച്ചു. ഒരു ഗുളികയും കുടിച്ചു. എന്നിട്ട് വേഗം പിന്നെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഓഫീസിൽ പോയിട്ട് ബില്ലൊക്കെ കൊണ്ടുവന്നു കേട്ടോ. ഇത്രയും ബില്ല് കൊണ്ടുവന്നു. അത് വന്നിട്ട് ഞാനിട്ട് കിടന്നു. അങ്ങനെ പോയപ്പോഴത്തേക്കും കാറ്റടിച്ചിട്ട് എന്താ പെണ്ണിക്ക് ഒട്ടും വയ്യ. വേഗം വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് വെള്ളം ചൂടാക്കി കുടിച്ചിട്ട് വീണ്ടും ഒരു ഗുളിക എടുത്ത് കഴിച്ചിട്ട് പോയി കിടന്നിട്ട് പിന്നെ എണീക്കണത് ഞാൻ 1:45 ആയപ്പോഴാണ് എണീറ്റ് കേട്ടോ. എണീറ്റ് വന്നു. അപ്പോൾ നന്നായിട്ട് വിയർത്തിട്ടുണ്ട്. അപ്പോൾ പനിയൊക്കെ കുറച്ചൊക്കെ വിട്ടിട്ടുണ്ട്, നല്ലപോലെ വിയർത്തുണ്ട്, ചൂടെടുക്കുക. അന്ന് ഞാൻ മുഖമൊക്കെ കഴുകി ഇപ്പോൾ ഈ ബില്ലൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തോ അല്ലെങ്കിൽ നാളെ മോർണിംഗ് രാവിലെ എണീക്കണം. എന്നിട്ട് വീട്ടിലെ പരിപാടികളൊക്കെ തീർത്തിട്ട് വേണം ബില്ല് നമുക്ക് റീഡിങ് എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ. അപ്പോൾ ഇന്ന് ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം നല്ലതൊന്നായിരുന്നില്ലല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ മക്കൾ വരാനായി. ഇപ്പോൾ സമയം 3:10 ആവാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് റാഗി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, കലക്കി റാഗി ഇങ്ങനെ കുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ വിചാരിക്കുക പുട്ടുണ്ടാക്കിയാലോ ഒന്ന്, പുട്ട് വെറുതെ ഇങ്ങനെ വേവിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പുട്ട് വേവിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ആദ്യം ഒന്ന് മുടിയൊക്കെ ഒന്ന് കെട്ടി വെക്കട്ടെ, അടുക്കളയ്ക്ക് കയറാൻ പോവുകയാണല്ലോ. ജലദോഷം പിടിച്ചാലേ മൂക്കും ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യും. നമുക്ക് വേഗം അടുക്കളയ്ക്ക് പോകാം. ഇത് കണ്ടോ കുറച്ച്. അപ്പോൾ ഞാൻ കിച്ചുമോൾക്ക് റാഗി ഉണ്ടാക്കിയതാണ് കേട്ടോ, പാലൊഴിച്ചിട്ട്. അങ്ങനെ ഒരുപാട് തിക്കുവല്ലെന്ന എന്താ പറയുക, മറ്റേ തന്നെ വെള്ളം പോലെയല്ല കേട്ടോ, അങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ്. പിന്നെ ഇത് ഞാൻ കുറച്ച് റാഗിയോടെ അരച്ച് വെക്കും കേട്ടോ. അങ്ങനെ ഒരു 2-3 ദിവസത്തേക്ക് ഉണ്ടാക്കാനുള്ളത് അങ്ങനെ അരച്ച് വെക്കാം. അപ്പോൾ ഇന്ന് തീർന്നിട്ടുണ്ടായിരുന്നു, മുമ്പ് അരച്ച് വെച്ചത്. അപ്പോൾ ഇന്ന് അരച്ച് വെച്ചതാണ്. ഇനി അതൊരു ബോട്ടിലാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കും. എന്നിട്ട് ഇങ്ങനെ വെള്ളം അങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കും കേട്ടോ. അങ്ങനെയാണ്. പിന്നെ കുറച്ച് അരി ആട്ടാനുണ്ട്, അരച്ച് വെക്കാനുണ്ട്. രാവിലത്തെ എന്താ പറയുക മൈദ വെച്ചിട്ടുള്ള ദോശയാണത്. പിന്നെ ചോറ്, മീൻ കറി, ക്യാബേജ് ഉപ്പേരി, ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. രാവിലെ വയ്യാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒപ്പിച്ച് തട്ടിക്കൂട്ടി എന്നുള്ളത്. അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ നമ്മളെ ഇവിടെ ഒരു ചെറിയൊരു ബോട്ടിലിങ്ങനെ എന്താ പറയുക മീനും മണി പ്ലാന്റും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലേക്ക് ഞാൻ വേറൊരു പീസും കൂടെ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നാണ്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ, കാരണം ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ
ഞാൻ പറഞ്ഞില്ല വൈകുന്നേരം മക്കൾ വരാനാകുമ്പോഴത്തേക്കും പുട്ടുണ്ടാക്കുകയാണ്. അപ്പോൾ പുട്ടിൻ്റെ പൊടിയൊക്കെ നനച്ച് വെക്കട്ടെ കേട്ടോ. പുട്ടിൻ്റെ പൊടി നനച്ച് വെക്കുന്ന കൂട്ടത്തിൽ ഉപ്പിടുന്ന സമയത്ത് തന്നെ കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ, 1 ടീസ്പൂണിൽ പഞ്ചസാര. അപ്പോൾ അതൊരു ചെറിയ മധുരം ഉണ്ടാവും, ഒരു നല്ല ടേസ്റ്റാണ് പുട്ട് കഴിക്കാൻ കേട്ടോ. വേറെ ഒന്നും എനിക്ക് വേണമെന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പുട്ടിൻ്റെ പൊടിയൊക്കെ നനച്ച് വെച്ചു. ഇനി തേങ്ങയൊക്കെ ചെറിയ വരുമ്പോഴത്തേക്കും നമ്മുടെ പുട്ടിൻ്റെ പൊടി അങ്ങോട്ട് റെഡി ആവുമല്ലോ. പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പോൾ എല്ലാവരോടും ഞാൻ എന്താ പറയുക, ഒരുപാട് താങ്ക്സ് പറയാണ് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങളാണ് ഞങ്ങളെങ്ങനെ എന്താ പറയുക മുന്നോട്ട് കൊണ്ടുപോകണത്. അങ്ങനെ ഒരുപാട് വ്യൂസൊന്നും ഇല്ലെങ്കിലും കുറച്ച് പേരെങ്കിലും 1-2 പേരെങ്കിലും കാണാനുണ്ടല്ലോ, അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ 2ാമത്തെ യൂട്യൂബിൻ്റെ പേയ്മെൻറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ജാനുവരിയിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലും ഒരുപാട് സന്തോഷം. വലിയൊരു എമൗണ്ട് എന്നില്ലെങ്കിലും ചെറുതാണെങ്കിലും അതൊരു സന്തോഷം. ഞാൻ നമ്മുടെ ഫസ്റ്റ് യൂട്യൂബ് വരുമാനം കിട്ടിയതായിട്ടൊന്നും ഇതുവരെ അങ്ങനെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ഓൾറെഡി ഞാനത് പറയുന്നുണ്ട് നമ്മളെ വീഡിയോസിലൊക്കെ നമുക്ക് കിട്ടി തുടങ്ങി എന്നുള്ളത്, പക്ഷേ അതങ്ങനെ പറയണില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പൊടിയൊക്കെ നനച്ച് വെച്ചിരുന്നല്ലോ, പിന്നെ തേങ്ങയൊക്കെ ചിരങ്ങി വെച്ചിരുന്നു. പിന്നെ എന്താ പറയുക പുട്ടൊക്കെ വെച്ചു കേട്ടോ. ഇനി അത് ക്യാസറിലേക്ക് തട്ടിയിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എത്തി വലിഞ്ഞിട്ട് ആ ഒരു പാത്രം ഞാൻ എടുത്തത് ഗൈസ്. നമുക്ക് താഴെ ഒന്നും അങ്ങനെ പാത്രങ്ങൾ വെക്കാനുള്ള ഒരു സ്പേസും കാര്യങ്ങളും ഇല്ല. പിന്നെ താഴെ വെച്ചാൽ നമ്മൾ അടിച്ചു വാരുന്ന സമയത്തൊക്കെ പൊടിയൊക്കെ അങ്ങനെ പാറിയിട്ട് അതിൽ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിന് റാക്ക് എന്ന് പറയുന്നത് നമ്മുടെ കിച്ചണിൽ മാത്രമേ ഉള്ളൂ മുകളിലിങ്ങനെ. അപ്പോൾ അതുകൊണ്ട് അവിടേക്ക് എടുത്ത് വെക്കണം കേട്ടോ. അത് എടുക്കാനാണ് ബുദ്ധിമുട്ട്. ഡെയിലി നമ്മൾ എടുക്കേണ്ടത് നമുക്ക് കൈ എത്തുന്ന സ്ഥലത്താണെങ്കിൽ സുഖമായിരിക്കും, പക്ഷേ അങ്ങനെ എത്തണോടത്ത് വെക്കാനൊരു സ്പേസ് ഇല്ലാത്ത കാരണമാണ് മുകളിൽ എടുത്ത് വെക്കണം കേട്ടോ അതൊക്കെ. അപ്പോൾ അതായാലും ഒന്നായിട്ടുണ്ട്. അത് ഞാൻ പാത്രത്തിലേക്ക് മാറ്റി അടച്ച് വെച്ചു. ഇനി 2ാമത്തെ ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ കൈ വെച്ച് പൊടി ഇങ്ങനെ ഇടണേ. കൈയൊക്കെ ഞാൻ കഴുകിയിട്ട് തന്നെയാണ് കേട്ടോ ഇടണത്. അതിങ്ങനെ ഈ ക്ലോത്തിൽ തുടയ്ക്കുകയും ചെയ്യും. കാരണം അതൊക്കെ അങ്ങനെ കാണിച്ച് വരുമ്പോഴത്തേക്കും എന്താ പറയുക ലെങ്ത്ത് ഒരുപാടായിരിക്കും. എന്നാൽ തന്നെ എനിക്ക് വന്ന 10 മിനിറ്റിന് മുകളിൽ വരുന്ന വീഡിയോസൊക്കെ ചിലപ്പോൾ ആളുകളെല്ലാവരും സ്കിപ്പ് ചെയ്തിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. എപ്പോഴും 10 മിനിറ്റ് അകത്താണെന്നുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കും വിചാരിക്കണം. അതൊക്കെ കഴിഞ്ഞ് അതിനിടയിൽ ഇരുന്നപ്പോഴത്തേക്ക് വേണ്ടിയിരിക്കാൻ തോന്നി. അപ്പോൾ ഞാനിവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെയൊക്കെ കണ്ടോ, എല്ലാവർക്കും ഉണ്ടോയെന്ന് അറിയാം കേട്ടോ. പിന്നെ വേറെ എന്ത് സുഖം വന്നാലും പ്രശ്നമല്ല, ജലദോഷം പിടിച്ചാൽ ഭയങ്കര പ്രശ്നമാണ്. എനിക്കിങ്ങനെ കണ്ണിലിങ്ങനെ വെള്ളം നിറയും. ഇവിടെ എല്ലാവർക്കും ഉള്ളത് തന്നെയാവില്ലേ. അതേപോലെ തന്നെ ഇവിടെയൊക്കെ 2 സൈഡിലും ഭയങ്കര വേദനയാവും. അപ്പോൾ എനിക്ക് അടുക്കളയിൽ ഇരുന്നപ്പോൾ ഇരിക്കാൻ തോന്നി. എനിക്ക് നിൽക്കാൻ തീരെ പറ്റില്ല. നിൽക്കുമ്പോൾ തോന്നും എന്താ പറയുക ഇരിക്കണം. ഇത് കണ്ടോ, രാവിലെ ഓഫീസിൽ പോയപ്പോൾ സാധാരണ ഞാൻ ഈ ഒരു ബാഗ് എടുക്കലില്ല. അപ്പോൾ അതിലായിരുന്നു പൈസ ഉണ്ടായിരുന്നത്. എണ്ണ അടിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ബാഗ് എടുത്തിട്ടതാണ്. ആ ബാഗ് തിരിച്ച് ഞാൻ വെച്ചിട്ടില്ല. അതായത് വയ്യെങ്കിൽ പിന്നെ ഹെൽത്ത് ഒക്കെ ആണെങ്കിൽ പിന്നെ എല്ലാത്തിനും മടിയാവും. അപ്പോൾ അതേപോലെ ഇരിക്കലുണ്ട് കേട്ടോ. ഇവിടെ എടുത്ത് വെച്ചിട്ടില്ല. ഭയങ്കര ക്ഷീണം തോന്നുന്നു. അപ്പോൾ നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കി, പുട്ടൊക്കെ കഴിച്ചു. കിച്ചുമ്പോളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ ചായ കുടിച്ച് കഴിഞ്ഞു. പിന്നെ ഇത്രയും പാത്രങ്ങളൊക്കെ കഴുകാറുണ്ട്. പാത്രങ്ങൾ കുറച്ചൊക്കെ കഴുകാൻ വെച്ചു. ഇനി ബാക്കി പാത്രങ്ങൾ കഴുകണം. പിന്നെ അതാ അരി വെള്ളത്തിലിട്ടത് രണ്ടതൊന്ന് കഴുകണം. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ടൊന്ന് പുറത്ത് പോകണം. കാരണം പച്ചക്കറി ഒന്നുമില്ല, ഒരു സാധനവും എല്ലാം തീർന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് എഴുതി വെക്കണം. അല്ലെങ്കിൽ ഞാൻ മറക്കും. എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടതെന്ന് അവിടെ ചെല്ലുമ്പോൾ ഞാൻ മറക്കും. അപ്പോൾ അത് പാത്രങ്ങളൊക്കെ വേഗം കഴുകി കിച്ചണൊന്ന് ക്ലീൻ ചെയ്ത് കേട്ടോ. എന്നിട്ട് പുറത്ത് പോകണം. സമയം ഇപ്പോൾ 5 മണിയായോ. സമയം നോക്കാൻ വേണ്ടി വീഡിയോ ഒന്ന് കട്ട് ചെയ്താൽ കേട്ടോ. അപ്പോൾ 4:54 5 മണി ആവാനായിട്ടുണ്ട്. അപ്പോൾ ഈ സമയമാകുമ്പോൾ വെയിലൊന്നും ഉണ്ടാവില്ലല്ലോ. വെയിലുള്ള വയ്യാഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനേതായാലും പാത്രങ്ങളൊക്കെ പെട്ടെന്ന് ചടുപടേനൊന്ന് കഴുകിയെടുക്കട്ടെ. എന്നിട്ട് വേഗം പുറത്തേക്ക് പോകട്ടെ കേട്ടോ. പാത്രങ്ങളൊക്കെ പെട്ടെന്ന് കഴുകി വെച്ചിട്ടോ അവിടേക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടു. നമ്മുടെ ദോശയ്ക്കുള്ള അത് അരയ്ക്കാനുണ്ട് ഇനി. പിന്നെ കുടിക്കാനുള്ള വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള വെള്ളം ഞാൻ ഗ്യാസിൽ വെച്ചു. ഇനിയിപ്പോൾ അരിയും ഉഴുന്നൊക്കെ ഒന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. ഒക്കെ കഴുകി വെച്ചിരുന്നു. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് അരച്ച് റെഡിയാക്കി എടുക്കട്ടെ. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ പണികളൊക്കെ തീർന്നു കേട്ടോ. കഴിഞ്ഞു. ഇപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇടാം കേട്ടോ.
പ്ലാസ്റ്റിക്കിൻ്റെ മാത്രമാണ് നല്ലതാണ്. അപ്പോൾ ഞാനിനി കുടിച്ച ഗുളികേൻ്റെ ഡോസ് തീർന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ച പാരസിറ്റമോൾ കഴിച്ചാലും ആ പനി വിടും. പിന്നെ അതിൻ്റെ ആ സൈഡ് ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ തന്നെ ശരിക്കും അത് മാറും. ഞാൻ കിച്ചുമൂക്കൊടുന്ന ഗുളികയെന്ന് പാരസിറ്റമോളിൻ്റെ ഗുളിക ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണേ. അതിങ്ങനെ കഴിച്ചാൽ അപ്പോൾ നമുക്ക് നല്ലൊരു ആശ്വാസം. അപ്പോൾ അങ്ങനെ ചൂടെടുക്കാൻ തുടങ്ങും, വിയർക്കാൻ തുടങ്ങും. അപ്പോൾ പനിയൊക്കെ പോവുകയും ചെയ്യും, പനി പോവുകയും ചെയ്യാം. അപ്പോൾ വേഗം ഓരോ പണിയെടുക്കും. അപ്പോൾ നല്ല ഉഷാറാട്ടോ. പിന്നെ ഇങ്ങനെ ക്ഷീണം വരാൻ തുടങ്ങും. അപ്പോഴേ അറിയാം പനി വരുന്നുണ്ട് എന്നുള്ളത്. അപ്പം ഇനി വെള്ളം തിളച്ചിട്ടോ, അതൊക്കെ പൊടി ഇട്ട് കണ്ടോ. ഇനി ഞാൻ പോകണം. അപ്പോൾ അരിയാട്ടിലും കഴിഞ്ഞ് വെള്ളം തിളപ്പിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ വൈകുന്നേരത്തിന് ഇതൊക്കെ മതി, ഒന്നും വയ്യ. ഞാൻ കുറച്ച് പച്ചക്കറിക്ക് പോയി വാങ്ങിയിട്ട് വരട്ടെ. നാളെ രാവിലേക്ക് ഒന്നുമില്ല ഉണ്ടാക്കാൻ. എൻ്റെ പാത്രങ്ങളെല്ലാം ഫ്രിഡ്ജിൻ്റെ വെജിറ്റബിൾ ബോക്സും കാലിയാണ്, ഒരു ഉള്ളിക്കൊട്ടയൊക്കെ കാലി. അപ്പോൾ പെട്ടെന്നൊന്ന് റെഡി ആവട്ടെ കേട്ടോ. അപ്പോൾ ഗൈസ് പുറത്ത് പോകാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കിച്ചുമോള് വിളക്ക് കത്തിക്കുകയാണ്. കിച്ചുമോളെ കൊണ്ടുപോയി ഞാൻ പോകണം കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ ഓരോ സാമ്പ്രാണികൾ കിച്ചുമോൾ ഓരോ ഭാഗത്തും കത്തിച്ച് വെക്കുന്നുണ്ട്. കത്തിച്ചിട്ടില്ല, റെഡിയാക്കി വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അവിടെ കിച്ചുമോൾ കത്തിച്ചിട്ടോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ് ഗൈസ്. വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പച്ചക്കറി വാങ്ങണ വീഡിയോസൊക്കെ എടുക്കണം വിചാരിച്ചിരുന്നു കേട്ടോ. ഞാനത് മറന്നു വിട്ടുപോയി. കാരണം നമ്മൾ വീഡിയോസ് എടുത്തുകൊണ്ട് നിൽക്കുന്ന ഇടയിലാണല്ലോ പോയെന്നുള്ളതൊക്കെ കാര്യം മറന്ന് പച്ചക്കറിയൊക്കെ വാങ്ങിയാൽ തിരിച്ച് പോയപ്പോൾ കിച്ചുകൊണ്ടാണ് അതാ കിച്ചുമോളെ വീഡിയോസ് ഒന്നും എടുത്തില്ലല്ലേ എന്ന് പറഞ്ഞു. പച്ചക്കറിയൊക്കെ വാങ്ങി വന്നിട്ടോ. ഇത്രയും സാധനത്തിന് 240 രൂപ, എന്താണെന്നറിയില്ല. പിന്നെ ഇത് പാൽ കേട്ടോ. ഞാൻ കാണിച്ചറിയാൻ വാങ്ങിയ പച്ചക്കറി എന്താ. ഞാനെല്ലാം കുറച്ചാണ് എടുത്തില്ല. എപ്പോഴും ഞാൻ ഒരുപാട് അങ്ങനെ വാങ്ങി സ്റ്റോക്ക് ചെയ്യൂല, കുറച്ച് ക്വാണ്ടിറ്റിയിൽ എപ്പോഴും വാങ്ങിക്കുള്ളൂ. പക്ഷേ വാങ്ങി വന്നപ്പോഴത്തേക്കും അവർ 739 രൂപ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ഞെട്ടി, ഇതിപ്പോൾ എന്താ ഇത്ര ആയത് എന്ന്. വാങ്ങിപ്പോ നോക്കാട്ടെ എന്തൊക്കെയാണ് വാങ്ങിയത് കാണിച്ചു തരാം. ഇത് പിന്നെ പച്ചക്കറി ഇതല്ല, ഒരു വത്തള കഷ്ണം കേട്ടോ. പിന്നെ ഇങ്ങനത്തെ വറ്റൽമുളക്, തക്കാളി, അപ്പോൾ നമ്മൾ ഈ ചെറിയുള്ളി, വലിയുള്ളി, അതുപോലെ കിഴങ്ങ്, വെളുത്തുള്ളി, ഇത്രയും സംഭവങ്ങൾ ഇവർ ഈ ഒരു ഉള്ളിയൊക്കെ ഇട്ടേക്കണ ഉള്ളിക്കൊട്ടാന്നൊക്കെ പറയട്ടെ, ഞങ്ങൾ അങ്ങനെ പറയും. അതിലാണ് ഇട്ടേക്കണേ. അതൊന്നും അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കണില്ല. അപ്പോൾ അതൊക്കെ ഞാൻ ഈ ഒരു ഉള്ളിക്കൊട്ടയിൽ ഇട്ട് വെക്കുകയാണ്. പിന്നെ തക്കാളിയും പച്ചമുളകും എപ്പോഴും കഴുകിയിട്ട് ഒരു കോട്ടൻ്റെ ക്ലോത്ത് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് വെച്ചിട്ട് അതുകൊണ്ടൊന്ന് തുടച്ചതിന് ശേഷം മാത്രമാണ് ഓരോ ബോട്ടിലേക്ക് അതാത് പാത്രങ്ങളിലേക്ക് ഇട്ട് വെക്കുക കേട്ടോ. ഞാൻ പറഞ്ഞ കുറേശ്ശെ തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കണ്ടോ. കുറച്ച് പയർ, ഒരു 3 വഴുതനങ്ങ, 2 ബീറ്റ്റൂട്ട്. പിന്നെ ഇത് ഞാൻ ഒരു സമയത്തിലേക്ക് ഇത് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെമ്മീൻ ഒരു പാക്കറ്റ് 10 രൂപയാണ് കേട്ടോ. അതുപോലെ വറ്റൽമുളകിൻ്റെ 2 പാക്കറ്റ് വാങ്ങി, ഓരോ പാക്കറ്റിനും 10 രൂപ. പിന്നെ കോളിഫ്ലവർ, 3 ക്യാരറ്റ്, ചെറിയൊരു പീസ് മത്തൻ, ഒരു ചെറിയ വെള്ളരി, ഒരു 2 മാങ്ങ, പച്ചമുളക്, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ്. അധികം ഞാൻ ഇങ്ങനെ കുറച്ച് അധികം വാങ്ങിക്കണത് എപ്പോഴും സവോള മാത്രമാണ്, അത് പിന്നെ കേടാവില്ലല്ലോ. പിന്നെ ഇതാ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇതെല്ലാം കുറേശ്ശെയാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. പിന്നെ കിഴങ്ങ്, ഇതൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഫ്രിഡ്ജിൻ്റെ വെജിറ്റബിൾ ബോക്സിലേക്ക് വെക്കേണ്ടതൊക്കെ ഞാൻ അങ്ങനെ എല്ലാം ഒന്ന് ചിലപ്പോൾ കഴുകാതെയാണ് വെക്കുക. പക്ഷേ തക്കാളിയും പച്ചമുളകും എപ്പോഴും കഴുകിയിട്ട് അത് ഒരു സെപ്പറേറ്റ് ഓരോ ബോട്ടിലിൽ അങ്ങനെയാണ് വെക്കണത് കേട്ടോ. ബാക്കിയെല്ലാം വെജിറ്റബിൾ ബോക്സിലേക്ക് ആക്കിയിട്ട് വെക്കും. അതിലെന്തെങ്കിലും പഴയ വെജിറ്റബിളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റിയിട്ട് അതിലേക്കാണ് എടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ അതാ ഒരുപാട് വാങ്ങിയാൽ പിന്നെ അത് കുറേ ദിവസം അതന്നെ നമ്മൾ ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഞാനെല്ലാം കുറേശ്ശെ വാങ്ങുമ്പോൾ നമുക്ക് രാവിലെ മക്കൾക്ക് കൊടുത്ത് വയ്ക്കാൻ ഉപ്പേരിക്ക് ഇങ്ങനെ ഓരോ ദിവസം ഓരോന്നെടുത്ത് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വെജിറ്റബിൾ ബോക്സിലുള്ളതൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചു. ഇനി അത് ഫ്രിഡ്ജിലേക്ക് വെക്കട്ടെ. ഇനിയിപ്പോൾ തക്കാളിയും പച്ചമുളകും ഞാൻ കഴുകിയിട്ട് ഒരു കോട്ടൻ്റെ ക്ലോത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഓരോ പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞു. പിന്നെ പാല് 2 കവർ വാങ്ങിയിട്ടുണ്ട്. പാലിപ്പോൾ അധികമൊന്നും ഇരിക്കണില്ല കേട്ടോ. 2 പാക്കറ്റൊക്കെ വാങ്ങി ഒരുപാട് നാൾ ഉപയോഗിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ ഒരുപാട് ദിവസത്തേക്കൊന്നും ഉണ്ടാവില്ല. രാവിലെയും വൈകുന്നേരവും കുട്ടികൾക്ക് അങ്ങനെ ബൂസ്റ്റ് ഉണ്ടാക്കി കൊടുക്കും. പിന്നെ റാഗി കലക്കി കൊടുക്കണതുകൊണ്ടൊക്കെ പെട്ടെന്ന് തീരുന്നുണ്ട്. അപ്പോൾ ഈ അരിയും പച്ചരി ഞാനിവിടെ താഴെ എങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടുത്താണ് ഈ ഒരു ഉള്ളിക്കോട്ടയും വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് അവിടെ ഇരിക്കട്ടെ. ഇനി വറ്റൽമുളക് ഞാൻ ഒരു ചെറിയൊരു ബോട്ടിലാക്കി വെച്ചു. 2 പാക്കറ്റ് ഉണ്ടായിരുന്നല്ലോ. ചെമ്മീൻ ഞാൻ പൊട്ടിച്ച് വെക്കണില്ല, കാരണം ഇത് രാവിലെ ഞാൻ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി എടുക്കും.
അപ്പോൾ അങ്ങനെ ബോട്ടിലേക്ക് ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ അതാ ഞാൻ 2 മാങ്ങ കൊണ്ടുവന്നതിൽ ഒരു മാങ്ങ ഇതാ കിച്ചുമോൾ എടുത്തിട്ട് ഇപ്പം തന്നെ തിന്നാൻ വേണ്ടി പോവുകയാണ്. ഉപ്പും മുളകും പൊടിയും ഒക്കെ ഇട്ടിട്ട് കുറച്ച് വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ട് ഇതാ പിന്നെ എല്ലാം കൂടെ കൂട്ടി കലക്കി തിന്നാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒരു മാങ്ങ ഉള്ളിലേക്ക് കിട്ടും, അത് ഞാൻ വേഗം മാറ്റി വെച്ചു, അല്ലെങ്കിൽ അതും തിന്നിരുന്നു. ഞാനത് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജിൽ ചിരകി വെച്ച തേങ്ങയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയൊക്കെ എടുത്തൊന്ന് ചിരകിയിട്ട് അത് ഒരു ബോട്ടിലാക്കി വെക്കട്ടെ. പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതൊക്കെ ചിരകി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് എന്താ പറയുക ഡ്രസ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ തേങ്ങ ചിരകി വെച്ചിട്ട് മുകളിൽ നിന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോട്ടെ, അല്ലെങ്കിൽ വാർപ്പിൻ്റെ മുകളിൽ ഇരുട്ടായി കഴിഞ്ഞാൽ അവർ ലൈറ്റൊക്കെ കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ ഇത് ചിരകിയിട്ട് അവിടെ വെച്ചിട്ട് തുണികളെടുക്കാൻ വേണ്ടിയിട്ട് പോകും കേട്ടോ. തേങ്ങയൊക്കെ ചിരകിയിട്ട് ഇവിടെ പാത്രത്തിൽ തന്നെ വെച്ചിട്ടോ. പിന്നെ അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാൻ ഞാൻ നിന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് വേഗം എന്ത് ചെയ്തു, വേഗം തുണികളൊക്കെ പോയി എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഇനി തുണികൾ ഒരുപാടൊന്നും ഇല്ല കേട്ടോ, എന്നാലും അലക്കാൻ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ കുറച്ചുള്ളത് മടക്കി വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അത് കിച്ചുമോളതും സെപ്പറേറ്റ്, തത്തേണ്ടതും സെപ്പറേറ്റ് ആയിട്ട് വെക്കും. മടക്കി വെച്ചാൽ അവർ കൊണ്ടുപോയി എടുത്ത് വയ്ക്കും. ചിലപ്പോൾ അവർ തന്നെ മടക്കി വയ്ക്കും കേട്ടോ. ചില സമയത്തുള്ളൂ ഞാൻ മടക്കി വയ്ക്കേണ്ടതായിട്ട് വരൽ. പിന്നെ എൻ്റെത് ഞാൻ പറയാണ്ടിരുന്നോട്ടെ, ഞാൻ തന്നെ മടക്കി വെച്ചോളാം എന്ന് പറയും. അങ്ങനെ അപ്പോൾ ഇന്നിപ്പോൾ രണ്ടാളും എന്താ പറയുക മേലെഴുകാനൊക്കെ നിൽക്കുന്നുണ്ട് സ്കൂളിൽ വന്നപ്പോൾ. അങ്ങനെ കുളിക്കാനും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്കൊക്കെ നിന്നുകൊണ്ടാണ് പിന്നെ ഞാൻ എടുക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ അവരെന്നെ തുണികളൊക്കെ അവരാണ് എടുത്ത് കൊണ്ടുവരൽ കേട്ടോ. എപ്പോഴെങ്കിലുള്ളൂ ഞാൻ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും ഈ തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കണം. അത് കഴിഞ്ഞിട്ട് ഇനി തേങ്ങ ഞാൻ പറഞ്ഞല്ലോ ചെറുകിട വെച്ചിട്ടേ ഉള്ളൂ. ഇനി അതൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിലേക്കും കൂടെ വെക്കണം കേട്ടോ. പിന്നെ എന്താ ഫ്രഷ് ആവാനൊക്കെ ഉള്ളൂ, അതൊക്കെ തന്നെയാണ് പരിപാടി. ഇനിയിപ്പോൾ ഒന്ന് മേലൊക്കെ ഒന്ന് കഴുകണം. തല നനയ്ക്കണില്ല കേട്ടോ. തല നനച്ചാൽ ഇനിയിപ്പോൾ ജലദോഷം ചിലപ്പോൾ കൂടും. 2 നേരം കൂടി തല നനച്ചാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ തല നനയ്ക്കണില്ല. പിന്നെ എന്താ പറയുക തുണികളൊക്കെ ഒന്ന് എടുത്തും കൂടെ വെക്കട്ടെ കേട്ടോ. അതാത് സ്ഥലത്തന്നെ എടുത്ത് വെച്ചാൽ ആ പരിപാടിയും കൂടെ തീർന്നിട്ടുമല്ലോ. ചെയ്യുന്ന ജോലികൾ അപ്പം അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഓരോ ഗുളിക കുടിച്ച അതിൻ്റെ ആ ഇതിലാണ് ഞാൻ ഇങ്ങനെ ചെയ്യണം കേട്ടോ. ചിലപ്പോൾ ഇനി അതിൻ്റെ ആ ഒരു ഡോസ് പോണ വരെ പെട്ടെന്ന് ഓരോ ജോലികൾ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞാൽ വീണ്ടും പനി തുടങ്ങും. കുറവില്ലെങ്കിൽ നാളെ രാവിലെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് കരുതണുണ്ട് കേട്ടോ. കുറവുണ്ടെങ്കിൽ പോകില്ല, കുറവില്ലെങ്കിൽ പോകണം. അപ്പോൾ തുണി മടക്കി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തേങ്ങയൊക്കെ അതാ ഒരു ബോക്സിൽ ഇട്ടിട്ട് അടച്ച് ഇനി ഫ്രിഡ്ജിലേക്ക് വെക്കാൻ കേട്ടോ. അതൊക്കെ നമ്മളെ രാവിലത്തെ പണികളൊക്കെ ഒന്ന് പെട്ടെന്നാക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് വെക്കാനാണ് കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി അതൊക്കെ ഫ്രിഡ്ജിലേക്ക് വെക്കട്ടെ. ഏകദേശം സാധനങ്ങളൊക്കെ ഇങ്ങനെ റെഡിയാക്കേണ്ടതൊക്കെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എന്താ പറയുക ഈവനിങ് വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷ് ആവണം. പിന്നെ എന്താ പറയുക മക്കൾ പഠിക്കുക ഈ വർഷത്ത്. പിന്നെ ഫുഡിൻ്റെ സമയമാകുമ്പോൾ കഴിക്കണം, കിടക്കണം, അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ ബന്ധപ്പെട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കാനൊന്നും മറന്നു പോകരുത്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കുട്ടികൾക്കും ടാറ്റാ ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.